ഗുഡ് ഈവനിങ്. തമ്പനയിൽ കാണിച്ചതുപോലെ ഇന്ന് സോന കോംസിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ്. ആ സ്റ്റോക്ക് പ്രൈസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല, എന്നാലോ കമ്പനി വളർച്ചയുടെ പാതയിലാണ്, ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് വളരുന്നില്ല എന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് ചാർട്ട് പരിശോധിച്ച് നോക്കാം. ഞാനിപ്പം ഇവിടെ കാണിക്കുന്ന ചാർട്ട് ഇന്ത്യ വിക്സിൻ്റെ ആണ്. ഇന്ന് വളരെ ഹൈലി വളറ്റൈലായിരുന്നു മാർക്കറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റും ഇന്ത്യ വിക്സ് ഓപ്പൺ ആയതിനു ശേഷം, മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഇന്ത്യ വിക്സ് 11.7% സ്പൈക്ക് ചെയ്തു. അവിടെ നിന്നും വലിയൊരു ഡ്രോപ്പാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏകദേശം 12% മുകളിൽ ഡ്രോപ്പ്. അവസാനം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വിക്സ് ഡ്രോപ്പ് 1.04% ഡ്രോപ്പ് രേഖപ്പെടുത്തി. അപ്പം നല്ലൊരു വളറ്റലായിരുന്നു മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരു റേഞ്ച് ബോണ്ടിലാണ് നിഫ്റ്റി 50 ഉള്ളതെന്ന്. അവിടെ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. ഈ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു ഇന്ന് പല ആളുകളും നഷ്ടത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം പല ആളുകളും പേടിച്ച് വിറ്റിട്ടുണ്ടാവും. കൂടുതൽ ഫിയർ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യം നമുക്ക് ഇന്ത്യ വിക്സിൽ കാണാം നല്ലൊരു ഹൈലി വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ നന്നായി കയറി സ്പൈക്ക് ചെയ്തതായിട്ട് കാണാം. ഇവിടെ മാർക്കറ്റിൽ 1.36% ഇടിവ് രേഖപ്പെടുത്തി ആദ്യ സെഷനിൽ. പിന്നീട് അവിടെ നിന്നും ഒരു ഷാർപ്പ് റിക്കവറി ആയിരുന്നു. ആ ഒരു റിക്കവറി ഓൾമോസ്റ്റ് 2.5%, 2.5% റിക്കവറിയാണ് ലോയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി 0.89% ഗെയിനോട് കൂടി നിഫ്റ്റി ക്ലോസ് ചെയ്തു. നമുക്ക് വൺ ഡേ ക്യാൻഡിൽ നോക്കാം. ഇതാ നമ്മൾ നോക്കും, ഈ ക്യാൻഡിലിന്റെ ഒരു വലിപ്പം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു റേഞ്ച് നമുക്ക് കാണാം. ഈ ഒരു റേഞ്ച് കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നിഫ്റ്റി ഈ റാലിയിൽ നിഫ്റ്റിയെ സഹായിച്ചിട്ടുള്ളത് നിഫ്റ്റി IT, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, പിന്നെ ഓട്ടോ സെക്ടർ, FMCG ഇന്ന് 1% മുകളിൽ റാലി രേഖപ്പെടുത്തി. നമുക്ക് ചാർട്ട് പരിശോധിച്ച് നോക്കാം. പിന്നെ ടെലികോം സെക്ടറിലും നല്ലൊരു ബുള്ളിഷ്നെസ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. 0.1% ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരു സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല കാര്യമായിട്ടുള്ള ഒരു ഡ്രോപ്പ് വന്നതാണ്. പിന്നീട് അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷാർപ്പ് റിക്കവറി ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. 5 മിനിറ്റ് കാനിൽ നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ നിന്ന് നല്ലൊരു ഡ്രോപ്പ് വന്ന് പിന്നീട് ഷാർപ്പായിട്ട് അത് കയറിപ്പോയി. അങ്ങനെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിലും സെയിം ആണ്, നന്നായി ഇടിഞ്ഞു. പിന്നീട് ഷാർപ്പ് റിക്കവറി ആയിരുന്നു. നമുക്ക് നോക്കാം. അതിൻ്റെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞു, ഇനി ഒരു നെഗറ്റീവ് കാനിൽ പ്രതീക്ഷിക്കുന്നതെന്ന്. അതേപോലെ നെഗറ്റീവ് കാനിലായിരുന്നു, നന്നായി ഇടിഞ്ഞു. പക്ഷേ നല്ലൊരു റിക്കവറി ഇതിനകത്ത് കാണാൻ സാധിച്ചു. ഇനി ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയും കണ്ടില്ലേ, എല്ലാം ആദ്യ സെഷനിൽ വളരെയധികം ഇടിഞ്ഞു, നന്നായി റിക്കവർ ചെയ്തു. അതേപോലെ തന്നെ IT നോക്കുകയാണെങ്കിൽ നന്നായി കയറി, നല്ലൊരു സപ്പോർട്ടാണ് നിഫ്റ്റിക്ക് IT കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ് റാലിയാണ് IT സെക്ടറിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ സംസാരിച്ചതാണ്. നിഫ്റ്റി ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് 0.64% റാലിയാണ്. ഇന്നലെ സംസാരിച്ച പോലെ തന്നെ ഫാർമലി വീക്ക്നെസ് തുടരുകയാണ്. നന്നായി ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും റിക്കവറി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും 0.3% ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FMCGയിൽ നല്ല ഷാർപ്പ് റിക്കവറി നടന്നു. ഇന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ച ഒരു ലൈനാണിത്. FMCGയിൽ ഒരു സപ്പോർട്ട്, ഈ സപ്പോർട്ട് നോക്കുക. 5 മിനിറ്റ് കാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ സപ്പോർട്ടിൽ കൃത്യമായിട്ട് 5 എടുത്തതായിട്ട് കാണാം. 2 കാൻഡിൽ നോക്കും, ആ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഷാർപ്പ് റിക്കവറിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ലോ ടച്ച് ചെയ്തു ഇന്ന്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെ ഇത് പ്രതികരിക്കുന്നത് നോക്കാം. ഇവിടുന്ന് നല്ലൊരു പോസിറ്റീവ് കാൻഡിൽ വന്നിട്ട് മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വീണ്ടും ഈ ലോയിലേക്ക് തന്നെ തിരിച്ചു വരുമോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെ ഒരു ലോ രണ്ടാമതും ടച്ച് ചെയ്തു. ഇനി ഇത് കയറി ഇവിടെ വരെ വരികയാണെങ്കിൽ ഒരു W പാറ്റേൺ അല്ലെങ്കിൽ ഡബിൾ ബോട്ടം കാണാം. പിന്നെ ഈ നെക്ക് ലൈൻ, അതായത് ഈ ഒരു ഏരിയ ക്രോസ് ചെയ്താൽ മാത്രമേ പുതിയ റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. എന്തായാലും നല്ലൊരു ഡ്രോപ്പിന് ശേഷം വന്നിട്ടുള്ള ഒരു റിക്കവറി തന്നെയാണ്. ഈ ഏരിയയിൽ താഴെയൊന്നും ക്ലോസ് ചെയ്യാത്തത് ഒരു പോസിറ്റീവ് തന്നെയാണ് FMCGയെ സംബന്ധിച്ചിടത്തോളം. ഇനി നിഫ്റ്റി ഓട്ടോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയിൽ ഇന്ന് 0.4% ഗെയിൻ രേഖപ്പെടുത്തി. ഒരു വീക്ക്നെസ്സിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാം. നിഫ്റ്റി റിയാലിറ്റി ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അവിടുന്ന് താഴെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.4% ഇടിവാണ് നിഫ്റ്റി റിയാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി മെറ്റൽ ആണെങ്കിൽ 0.7% ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡ് 0.5% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ഡൗ ജോൺസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്. 0.5% ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. IT ഇൻഡെക്സ് ആണെങ്കിൽ 0.68% ഒരു ഇടിവും US മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1056 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 1432 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി നിഫ്റ്റി 50യിലുള്ള കമ്പനികളുടെ പെർഫോമൻസ് നോക്കാം.
നിഫ്റ്റി 50യിൽ 42 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു, 8 കമ്പനികൾ മാത്രമേ നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുള്ളൂ. നമുക്കവിടെ റാലി കാണാൻ പറ്റും നിഫ്റ്റിയുടെ അല്ലെ, നിഫ്റ്റി 50യുടെ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കമ്പനിയാണ് നമുക്ക് ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് തന്നിട്ടുള്ളത് നോക്കാം. നിഫ്റ്റി 50യിൽ ശ്രീറാം ഫൈനാൻസ് 2.63% ഒരു ലോസ് രേഖപ്പെടുത്തി, ടാറ്റാ സ്റ്റീൽ 1.21% ലോസ് രേഖപ്പെടുത്തി, ഇൻഡസ് ഇന്ത്യ ബാങ്ക് 1.13% ലോസ്, അതേപോലെ തന്നെ 1% അടുത്തുള്ള ലോസ് ഇൻഡാൽക്കോയിലും, JSW സ്റ്റീൽ 0.59% ലോസ് രേഖപ്പെടുത്തി. ഇനി നിഫ്റ്റി 50യിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഭാരതി എയർടെലാണ്. നിഫ്റ്റി 50 ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഗെയിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4.42%. ഇതിനൊരു ന്യൂസ് എന്ന് പറയുന്നത് ജെഫ്രീസ് ഏഷ്യയിലെ ടോപ്പ് 25 കമ്പനികളിൽ ഭാരതി എയർടെലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര 2.09% പോസിറ്റീവ്, ITC 2% മുകളിൽ, അതേപോലെ തന്നെ HUL ഇന്ന് 1.93. നമുക്ക് കാണാം FMCG നല്ല റാലി നൽകിയ ഒരു സെക്ടറാണ്. അൾട്രാടെക് സിമെന്റ് 1.91%, ടൈറ്റാൻ കമ്പനി ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു 1.83. HCL ടെക് ഇന്ന് 1.68% റാലി രേഖപ്പെടുത്തി, പവർ ഗ്രിഡ് കോർപ്പറേഷൻ 1.41%, നെസ്ലെ 1.32%, അദാനി പോർട്ട് 1.28% പോസിറ്റീവ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് നിഫ്റ്റി 500 ചെക്ക് ചെയ്യുകയാണെങ്കിൽ 202 കമ്പനികൾ ഇത് നിഫ്റ്റി 500 പോസിറ്റീവ് ആയപ്പോൾ 296 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയ നിഫ്റ്റി 500 കമ്പനികളിൽ KPR മില്ല് 6%, ക്രിസിൽ 5.27%, അങ്ങനെ വെസ്റ്റ് ലൈഫ് ഫുഡ് 4.6. ഇനി ഏറ്റവും കൂടുതൽ ADV രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പനി നിഫ്റ്റി 500 നോക്കുകയാണെങ്കിൽ ഫോയിനിക്സ് മില്ല് 3.82%, KSB പംപ്സ് 3.6%, യൂക്കോ ബാങ്ക് 3.56%. ഇതൊക്കെയാണ് ടോപ്പ് ലോസേഴ്സ് നിഫ്റ്റി 500. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് സോന BLW പ്രിസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് ആണ്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, തികച്ചും പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് റീറ്റെയിൽ ഫേവറേറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതെന്തുകൊണ്ട് കയറി പോകുന്നില്ല? നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം സെയിൽസ് ഒക്കെ നന്നായി വർദ്ധിച്ച് കാണാം. 2018 612 മുതൽ ഇപ്പം 3479 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു വർധനവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ EPS നല്ല വർധനവ് നമുക്ക് കാണാൻ പറ്റും. ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണ്. ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 3.76 നമുക്ക് ഇത് കൃത്യമായിട്ട് അത് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഇവിടെ 76 രൂപയായിരുന്നു EPS 2020. 2021 ലിസ്റ്റ് ചെയ്ത സമയത്ത് 3.76 അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം. ഇക്വിറ്റി ക്യാപിറ്റൽ 2021 573 കോടിയാണ്, അതിനു മുമ്പ് 47 കോടിയാണ്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ഒരുപാട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് ഇക്വിറ്റി കൂടി കാണും. അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് ഈ ലാഭം നമ്മൾ വീതിച്ചു കൊടുക്കുക, അതായത് ഏണിംഗ് പെർ ഷെയർ ആണ്. ഇവിടെ 360 കോടി ലാഭം ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ ഷെയറിൻ്റെ നമ്പേഴ്സ് കുറവായിരുന്നു. ഇവിടെ 215 കോടി ലാഭം ഉണ്ടാക്കിയ സമയത്ത് നമ്പർ ഓഫ് ഷെയർസ് കൂടിയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യത്യാസം കാണുന്നത്. നമ്മൾ ഇവിടെ മുതൽ നോക്കിയാൽ മതി, കാരണം ഈ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായിട്ടില്ല. ഈ കമ്പനിയുടെ IPO ഡേറ്റ് ജൂൺ 14 2021 ആയിരുന്നു. ഈ ഒരു പീരീഡിലായിരുന്നു ഇത് IPO ഒക്കെ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തത് ജൂൺ 24 IPO പ്രൈസ് ബാൻഡ് 285 മുതൽ 291 രൂപയായിരുന്നു. അപ്പോൾ 291 നമുക്ക് കാണാം. ഇതിൻ്റെ IPO പ്രൈസ് 291 ആയിരുന്നു. കമ്പനി ലിസ്റ്റ് ചെയ്ത സമയത്ത് 364 രൂപയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ലിസ്റ്റിംഗ് ഗെയിനിൽ വന്ന കമ്പനിയാണ്. അവിടുന്ന് ആ കമ്പനിയിൽ 790 വരെ അല്ലെങ്കിൽ 790 വരെ അത് ഹൈ ഉണ്ടാക്കി. കമ്പനിയുടെ ചാർട്ടാണ് ഇപ്പം കാണുന്നത്. ഇവിടെ വേണമെങ്കിൽ ഹൈ എന്ന് പറയുന്നത് 842 വരെ പോയിട്ടുണ്ട്. അത് ക്ലോസിംഗ് ബേസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടുന്ന് ഒരു ഷാർപ്പ് റാലി ആയിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു റാലി എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എപ്പോഴും ഒരു സ്റ്റോക്ക്, ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്, ഒരു സ്റ്റോക്ക് റാലി ചെയ്യുന്നത് ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടാണ്. ഈ കമ്പനിയുടെ ഫ്യൂച്ചർ കണ്ടിട്ടാണ് ഈ ഒരു റാലി കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. കമ്പനി ലിസ്റ്റ് ചെയ്ത സമയത്ത് നമുക്കിവിടെ കാണാം 92 അതിൻ്റെ പ്രൈസ് ടു ഏർണിങ്സ് PE റേഷ്യോ 92 എന്ന് പറയുന്നത് തന്നെ കുറച്ച് വളരെ അധികമാണ്. അവിടെ നിന്നും ഒരു ഷാർപ്പ് റാലി കിട്ടി 200 മുകളിൽ PE റേഷ്യോ പോയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടത്, 200 മുകളിൽ PE റേഷ്യോ പോയി കഴിഞ്ഞാൽ കമ്പനി വളരെയധികം ഓവർ വാല്യൂഡ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു റാലി നടത്തിയത്? കമ്പനിയുടെ മുന്നോട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ കണ്ടിട്ടാണ്. ആ ഒരു ഫ്യൂച്ചർ ഇതാ ഇപ്പം നമുക്കിവിടെ കാണാം. ഈ കാണുന്ന എല്ലാ ഹിസ്റ്റോഗ്രാം ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ EPS ആണ്. EPS ക്രമാധികമായിട്ട് വർധനവുണ്ടായി. അതിൻ്റെ റാലി ഓൾറെഡി അത് തന്നു കഴിഞ്ഞു കമ്പനി. ആ റാലി, അതായത് ഈ റാലി ഇവിടെ കയറിയ ആളുകളൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് ഈ സ്റ്റോക്ക് ഇവിടം വരെ പോയത് ഈ ഒരു റാലി എക്സ്പെക്ടേഷൻ കണ്ടിട്ടാണ്. അതായത് ഈ ഒരു വളർച്ച എക്സ്പെക്ട് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും
ഈ സ്റ്റോക്ക് ഇവിടുന്ന് ഡിക്ലൈൻ ആയി അല്ലെ. നമുക്കിപ്പം 5 ഇയർ ചാർട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിലും 5 ഇയർ ആയിട്ടില്ല കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട്. ഇപ്പം നിലവിൽ ഇതിന്റെ പി എന്ന് പറയുന്നത് 65ആണ്. പി റീറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ കമ്പനി വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ പ്രൈസ് അതിനനുസരിച്ച് വളരുന്നില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കും, സാധാരണക്കാർ അങ്ങനെ മനസ്സിലാക്കും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പ്രൈസ് ഓൾറെഡി ഇവിടം വരെ വളർന്നു, അതിനനുസരിച്ച് ഈ ഒരു മൊത്തം കമ്പനിയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രീമിയം ഓൾറെഡി കിട്ടി. ഇവിടുന്ന് കുറേ ആളുകൾ ഇറങ്ങി. ഇനി മുന്നോട്ട് ഇതിന്റെ കമ്പനിയുടെ വളർച്ച അനുസരിച്ചിട്ടായിരിക്കും ഇനി പ്രൈസ് മുന്നോട്ട് പോവുക. അതൊക്കെ ഒന്ന് നമുക്ക് കൂടുതൽ പരിശോധിച്ച് നോക്കാം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്ന ഡാറ്റാസ് ഒക്കെയാണ് ഈ താഴെ കാണുന്ന ഈ ഷോർട്ടിൽ. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്, ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഇത് പഠിക്കാൻ ശ്രമിക്കുക, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. നമുക്ക് നോക്കാം. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 5 ഇയേഴ്സിൽ 35%. അതിപ്പം 3 ഇയേഴ്സിൽ 27 ആയി. ഇപ്പം ലാസ്റ്റ് ഇയറിൽ 18% ഗ്രോത്തേ ഉള്ളൂ. അതായത് എപ്പോഴും സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത് ഗ്രോത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിയിൽ സ്റ്റോക്ക് പ്രൈസിൽ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ സെയിൽസ് ഗ്രോത്തിൽ ഒരു ഇടിവ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞു പ്രീമിയത്തിലായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുക. നല്ലൊരു കമ്പനി എപ്പോഴും പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യപ്പെടുക. അപ്പം ഈ പ്രീമിയം എന്താണ് എക്സ്പെക്ടേഷൻ? ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ നല്ല ഗ്രോത്ത് ഉണ്ടാവണം അല്ലെ എന്നും. ഇപ്പം ലാസ്റ്റ് 3 ഇയറിൽ 27% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ഗ്രോത്ത് വരണം എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് ഇവിടം വരെ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ 2025 മാർച്ച് 2025 വരെ നോക്കുകയാണെങ്കിൽ ഈ ഇവിടുന്ന് ഒരു ഗ്രോത്ത് വന്നില്ലേ, ഈ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കാണാം. ഇവിടുന്ന് ഇവിടം വരെ എത്ര % ഗ്രോത്ത് ഉണ്ടായി. അതിനേക്കാളും ഉയർന്ന ഗ്രോത്ത് ഇവിടുന്ന് ഇവിടം വരെ വരണം. ഓരോ ഇയറിലും ബെറ്റർ ഗ്രോത്ത് വരണം. ഇപ്പോൾ 30% ഗ്രോത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 30% മുകളിലുള്ള ഗ്രോത്ത് വരണം. ഇവിടെ വീണ്ടും 30% മുകളിൽ ഗ്രോത്ത് വരണം. അങ്ങനെ ഗ്രോത്ത് നന്നായി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റോക്ക് നന്നായി പിന്നെ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ കമ്പനി എന്താവണം, വളരെ അണ്ടർ വാല്യൂഡ് ആവണം. അണ്ടർ വാല്യൂഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗ്രോത്ത് വരണം. അതല്ലെങ്കിൽ പ്രൈസ് മൊത്തം ഡിക്ലൈൻ ആവണം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും 200 മുകളിൽ പി ഉള്ള കമ്പനിയാണ്. പ്രൈസിൽ വളർച്ചയില്ലാത്തത് കൊണ്ടാണ് ഈ പി ഇപ്പം താഴെ വന്നിട്ടുള്ളത്, 65 എത്തിയിട്ടുള്ളത്. ഒരു നല്ല സൂചനയാണ്. കാരണം വാല്യുവേഷൻ പ്രൈസ് 65 താഴെയൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ 92 ആണ്. ഇതിന്റെ മീഡിയൻ പി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 78.2 ആണ്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പി എസിനെ കമ്പയർ ചെയ്യുന്നില്ല. ഈ സെയിം കമ്പനിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 80 താഴെ പി വരും, അല്ലെങ്കിൽ 78 താഴെ പിയിൽ കിട്ടുമ്പോഴൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇതിന്റെ ഗ്രോത്തിൽ ഇനി ഇടിവ് വരാൻ പാടില്ല. ഗ്രോത്ത് വർധനവിൽ തന്നെ ഇനി മുന്നോട്ട് പോകണം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എങ്കിലും ഈ കമ്പനി കൊണ്ടുവരണം. ഇൻ കേസ് ഇതിനകത്ത് ഗ്രോത്തിൽ മറ്റേ ഡിപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പം ഹൈ പി ആണ്, വീണ്ടും താഴോട്ട് കമ്പനി പോയേക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഈ കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആദ്യത്തെ ഈ ഒരു റാലിയിൽ ഇതിന്റെ പ്രൈസ് ടു സെയിൽസ് 29 മടങ്ങ് അല്ലെങ്കിൽ 29.4 ഓൾമോസ്റ്റ് 30 മടങ്ങായിരുന്നു പ്രൈസ് ടു സെയിൽസ്. അപ്പം അത് ഇവിടുന്ന് ഡിക്ലൈൻ, അത്രമാത്രം പ്രൈസ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ അത്രയും ഓവർ വാല്യൂ ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അത് വീണ്ടും ഇപ്പം എത്രയാണ് നിലവിലുള്ളത്? നിലവിൽ 11 ടൈംസ് ആണ്, അല്ലെങ്കിൽ 12 ടൈംസ് ആണ്. 11.9 11.3 ആണ് ഇപ്പം ലാസ്റ്റ് കാണുന്നത്. അപ്പം ഏകദേശം 12 ടൈംസിലാണ് ഇപ്പം പ്രൈസ് ടു സെയിൽസ് ഉള്ളത്. നമുക്ക് നോക്കാം പി എസ് കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് നോക്കാം. സമൃദ്ധ മദേസൻ പ്രൈസ് ടു സെയിൽസ് 1.06 ആണ്. ബോഷ് നോക്കുകയാണെങ്കിൽ 6.28, യുനോമിൻഡ 3.91, സോനാകോംസ് 11.3. ഇപ്പോഴും ഹൈ പ്രൈസ് ടു സെയിൽസ്, അതായത് പ്രീമിയത്തിൽ തന്നെയാണ് ഇത് ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി ഈ കമ്പനി നല്ല ഗ്രോത്ത് വന്നാൽ മാത്രമേ ഇതിന് നല്ല വളർച്ച ഉണ്ടാവും, പ്രൈസിലൊരു വളർച്ച ഉണ്ടാവും. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയി നോക്കുമ്പോൾ ഈ ഒരു സെയിൽസ് ഇപ്പം പോരാ. ഈ സെയിൽസിനേക്കാളും വളരെയധികം സെയിൽസ് ഈ കമ്പനി കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലാണ് ഇതിനകത്ത് വളർച്ച ഉണ്ടാവുക. കമ്പനിയിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് സെയിൽസ് ഒക്കെ വർദ്ധിച്ച് വീണ്ടും ഈ പെർസെൻറ്റേജ് സെയിൽസ് ഗ്രോത്ത് ഒക്കെ ഈ 35% കോമ്പൗണ്ട് ഗ്രോത്ത് ഒക്കെ ഇനി മുന്നോട്ട് കിട്ടുകയാണെങ്കിൽ, കമ്പനി ഇനിയും വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും എത്ര കാലം ഇത് ഇവിടെ കൺസോളിഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റോക്ക് ഇത് നമ്മൾ ഫണ്ടമെന്റൽ അടിസ്ഥാനത്തിൽ പറയാണ്. ഇനി ചാർട്ട് ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീക്ക്ലി ക്യാൻഡിലാണിത്. നല്ല കമ്പനിക്ക് എന്തെങ്കിലും ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ, ഇത് ഫണ്ടമെന്റൽ എല്ലാവരും നോക്കിയിട്ട് എടുക്കില്ലല്ലോ. റീറ്റെയിലേഴ്സ് ഒക്കെ കുറേയൊക്കെ ടെക്നിക്കലൊക്കെ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ കൃത്യമായി റിസ്ക് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതൊരു വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുന്നവർ എന്ത് ചെയ്യും, ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടായിരിക്കും സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു റേഞ്ച് 610 റേഞ്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാം. ഇതൊരു ടെക്നിക്കൽ മൂവ്മെന്റ് ഒക്കെ നമുക്ക് ഇനി കിട്ടിയേക്കാം. അതല്ലെങ്കിൽ ഇനി ഇതിന് മുകളിൽ 800 മുകളിലൊക്കെ പോകണമെങ്കിൽ കമ്പനിയിൽ നല്ലൊരു മാറ്റം വരണം, നല്ല സെയിൽസ് കൊണ്ടുവരണം.
ഈ പറയുന്ന പോലെ പ്രൈസ് ടു സെയിൽസ് ഒക്കെ ഇനിയും താഴോട്ട് വരണം, അല്ലെങ്കിൽ സെയിൽസ് കൂടിയിട്ട് വേണം ഇനി പ്രൈസ് ടു സെയിൽസിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ PE റീറൈറ്റ് നടക്കണം. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കമ്പനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ അടുത്ത ലിസ്റ്റ് ചെയ്ത കമ്പനി അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചെയ്യുമ്പോഴും അല്പം ഓവർ വാല്യൂ ആയിട്ട് തന്നെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും. ലിസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ PE 90ക്ക് മുകളിലായിരുന്നു. പേഴ്സണൽ വ്യൂ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് ഡെപ്റ്റൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ഞാൻ കാണുന്നത് വാല്യുവേഷൻ തന്നെയാണ്, ഓവർ വാല്യൂ ആണ്. ഈ വാല്യുവേഷനെ ന്യായീകരിക്കുന്ന തരത്തിൽ ബിസിനസ് എപ്പോഴാണ് കമ്പനി കൊണ്ടുവരുന്നത് ആ സമയത്ത് ഈ കമ്പനി കയറി പോകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തികച്ചും പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അഡ്വൈസ് മുഖാന്തരം സ്റ്റോക്ക് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുക. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, റിസർവ് കൂടുന്നതായിട്ട് കാണാം. റിസർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിക്കുന്നതായിട്ട് തന്നെ കാണാം. അതേപോലെ തന്നെ ബോറോയിങ്സ് വളരെ കുറവാണ്, 202 CR മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റിൽ നല്ല ഗണ്യമായിട്ടുള്ള വർധന കാണാൻ പറ്റും. 1558 എന്നുള്ളത് ഇപ്പോൾ 2243 എത്തിയിട്ടുണ്ട്. 255 കോടിയുടെ വീണ്ടും ഒരു CWIP ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കമ്പനി നടത്തുന്നത് കാണാം. പിന്നെ കറണ്ട് അസറ്റിലും വർധനവുണ്ട്. ഇതിൻ്റെ നെറ്റ്വർത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നെറ്റ്വർത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്. പക്ഷേ ഈ ഒരു വർധനവിൻ്റെ പ്രീമിയത്തിലാണ് ഈ കമ്പനി ഓൾറെഡി ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഈ വർധനവ് ഓൾറെഡി തന്നിട്ടുള്ള വർധനവ് അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കമ്പനിയുടെ വർധനവിൽ തന്നെ പ്രീമിയത്തിലാണ് ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനിയും കമ്പനി നല്ലോണം ഗ്രോ ചെയ്യുമ്പോഴാണ് ഈ കമ്പനി നല്ല അണ്ടർ വാല്യൂഡ് ആവുക. അതല്ലെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷേ ഈ റേഞ്ച് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫെയർ വാല്യൂ എന്നൊക്കെ പറയാം. ഈ ഒരു ഏരിയ നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ഈ താഴൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു റേഞ്ച് തന്നെയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫെയർ വാല്യൂ ആയിരിക്കും. ഇതൊക്കെ അക്യുമുലേഷൻ റേഞ്ച് ആവാനും സാധ്യതയുണ്ട്. ഈ ഒരു അക്യുമുലേഷനിലേക്ക് കമ്പനി എത്തുന്ന സമയത്ത് ഈ റേഞ്ചിൽ ആയിരിക്കും ആളുകൾ കൂടുതലും ബൈ ചെയ്യുക. അപ്പോഴേക്കും കമ്പനി അടുത്ത പുതിയ ക്വാർട്ടർ റിസൾട്ടൊക്കെ വരും. അപ്പോഴൊക്കെ നല്ല റിസൾട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് പിന്നെ ഇവിടുന്ന് തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നോട്ട് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും നിലവിലും ഗ്രോത്ത് ഉണ്ടായിട്ടും കമ്പനി മുകളിലോട്ട് പോകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത്രമാത്രം ഓൾറെഡി അപ്രിസിയേഷൻ കൊടുത്ത കമ്പനിയാണ്. ഓൾറെഡി പ്രീമിയത്തിലാണ് കമ്പനി ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.